എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സബ്ജക്റ്റ് സോറിയാസിസ് എക്സിമ എന്നതിനെക്കുറിച്ചിട്ടാണ്. സോറിയാസിസ് എക്സിമ എന്ന് പറയുന്നത് ഇന്ന് ഒരു 70% ആളുകളിലും കണ്ടുവരുന്നത് പാരമ്പര്യ രോഗമായിട്ടും അതോടൊപ്പം തന്നെ ജീവിതശൈലി രോഗവുമായിട്ടാണ് കണ്ടുവരുന്നത്. സോറിയാസിസ് എന്ന് പറയുന്നത് ശരീരമാസകലം പൊട്ടിയൊലിക്കുന്നൊരവസ്ഥയാണ് സോറിയാസിസ് എന്ന് പറയുന്നതെങ്കിൽ, എക്സിമ എന്ന് പറയുന്നത് സ്കിൻ അവിടെ ഡാർക്കായി കട്ടിയായി പൊന്തി നിൽക്കുന്ന ഒരവസ്ഥയ്ക്കാണ് എക്സിമ എന്ന് പറയുന്നത്. സോറിയാസിസും എക്സിമയും പ്രകൃതി ചികിത്സയിലൂടെ പൂർണ്ണമായും ചികിത്സിച്ച് സുഖപ്പെടുത്തുവാനോ നിയന്ത്രിച്ച് നിർത്തുവാനോ സാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോറിയാസിസ് ഉണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാരമ്പര്യമാണ് ഒരു പ്രധാന കാരണമാണെങ്കിലും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് സോറിയാസിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആയുർവേദ വിധിപ്രകാരം ആയുർവേദ വിധിപ്രകാരം വിരുദ്ധാഹാരം കഴിക്കുന്നത് സോറിയാസിസിന് കാരണമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നോൺ വെജ് ഒരേ തരത്തിലുള്ള നോൺ വെജ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇറച്ചി കഴിക്കുന്ന ആളുകൾ ഇറച്ചി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതിനോടൊപ്പം മീൻ ചേർത്ത് കഴിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ പാലും പഴവും വിരുദ്ധാഹാരമാണ്. ഇറച്ചിയും മീനും വിരുദ്ധാഹാരമാണ്. അതോടൊപ്പം തന്നെ തൈരും ഇറച്ചിയും ഒക്കെ വിരുദ്ധാഹാരമാണ്. മുട്ടയും മീനും വിരുദ്ധാഹാരമാണ്. മുട്ടയും തൈരും വിരുദ്ധാഹാരമാണ്. അങ്ങനെ വിരുദ്ധാഹാരങ്ങൾ സ്ഥിരമായി കഴിക്കുന്ന ആളുകളിലും സോറിയാസിസ് കണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എക്സിമയും കണ്ടുവരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ആസ്മ, അലർജി പോലെയുള്ള രോഗികൾ സ്ഥിരമായി ഇൻഹേലർ പോലെ ഉള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടും ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടും അത് സോറിയാസിസ് എക്സിമയുമായി കൺവെർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ സോറിയാസിസ് ഉള്ള ആളുകൾ പുറത്ത് ഓയിൻമെൻറ്റുകളോ മറ്റ് ലേപനങ്ങളോ പുരട്ടുന്നത് കാരണവും ശരിക്കും ആസ്മയും അലർജിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അതായത് ഇത് രണ്ടും പൂരകങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോറിയാസിസ് എക്സിമയുള്ള ആളുകൾ കൃത്യമായും ലേപനങ്ങളോ അതല്ലെങ്കിൽ തൈലമോ ലേപനങ്ങളോ പുരട്ടി ശരിക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മരുന്നുകൾ സ്ഥിരമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആസ്മയിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആസ്മയ്ക്ക് സ്ഥിരമായി ഇൻഹേലർ എടുക്കുകയോ അതല്ലെങ്കിൽ ചില ആയുർവേദ മരുന്നുകൾ കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആസ്മ അവിടെ മാറുകയും പകരം ശരിക്ക് സ്കിൻ ഡിസീസായി അഥവാ സോറിയാസിസ് എക്സിമ പോലെയുള്ള അവസ്ഥയായിട്ട് മാറുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പാരമ്പര്യമായി ഉണ്ടാകുന്ന സോറിയാസിസ് എക്സിമ പോലെയുള്ള രോഗികൾക്ക് അത് ശരിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കുമെങ്കിലും ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം സോറിയാസിസ് എക്സിമയോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ചികിത്സിച്ച് സുഖപ്പെടുത്തുവാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ പാരമ്പര്യമായി ഉണ്ടാകുന്ന സോറിയാസിസ് എക്സിമയെ നിയന്ത്രിച്ച് നിർത്തുവാനേ സാധിക്കുകയുള്ളൂ. എന്നാൽ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ ഉണ്ടാകുന്ന സോറിയാസിസ് എക്സിമ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും ചികിത്സിച്ച് സുഖപ്പെടുത്തുവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. പ്രകൃതി ചികിത്സയിലൂടെ പൂർണ്ണമായും സോറിയാസിസ് എക്സിമയെ നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സോറിയാസിസ് എക്സിമ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിലൂടെ ഉണ്ടാകുന്ന ആസ്മയും അലർജിയും നമുക്ക് പ്രകൃതി ചികിത്സയിലൂടെ സുഖപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് ഒരു ശുദ്ധീകരണ പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കണം. ശരീരമാസകലം ശുദ്ധീകരിക്കുന്ന ഒരു ശുദ്ധീകരണ പ്രവർത്തനമാണ് പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത്. അതായത് മലമൂത്ര വിസർജനം സാധാരണ നിലയിൽ നടക്കുന്നത് പോലെ നമ്മുടെ എല്ലാ അവയവങ്ങളിലും അതിൻ്റെ വിസർജനം നടക്കുന്നുണ്ട്, അഥവാ അതിൻ്റെ മലവിസർജനം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പോഷണം സ്വീകരിക്കുന്ന എല്ലാ അവയവങ്ങളും അതിൻ്റെ വിസർജനവും നടക്കുന്നുണ്ട്. ശരിയായ അനുപാതത്തിൽ വിസർജനം നടക്കാത്തതും സോറിയാസിസ് എക്സിമ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആസ്മയും അലർജിയും പോലെയുള്ള രോഗങ്ങൾക്ക് കൃത്രിമമായ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് അത് പരിഹരിക്കുന്നത് കൊണ്ട് കഫം ഉള്ളിൽ നടക്കുകയും അത് സോറിയാസിസ് എക്സിമ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രകൃതി ചികിത്സയിലൂടെ ഇതിനെ പൂർണ്ണമായി നിയന്ത്രിച്ച് നിർത്തുവാനോ അതല്ലെങ്കിൽ പൂർണ്ണമായും ചികിത്സിച്ച് സുഖപ്പെടുത്തുവാനോ സാധിക്കുമെങ്കിൽ അത് കൃത്യമായ പരിചരണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒന്ന്, ഭക്ഷണത്തിൽ കാര്യമായൊരു മാറ്റം വരുത്തണം, ജീവിതശൈലിയിൽ കാര്യമായ മാറ്റം വരുത്തണം. അതോടൊപ്പം തന്നെ ചില ജീവിതക്രമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒന്ന്, രാത്രിയിൽ 9 മണിക്ക് കിടക്കുകയും രാവിലെ എഴുന്നേക്കാൻ
ശീലിക്കുകയും ചെയ്യുക. രാത്രിയിൽ 9 മണിക്ക് തന്നെ കിടക്കുകയും രാവിലെ 6 മണിക്ക് മുമ്പായിട്ട് എഴുന്നേൽക്കാനും ഒന്നാമതായി ശീലിക്കേണ്ടതുണ്ട്. അത്യാവശ്യം എക്സസൈസുകൾ ചെയ്യണം. ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള വെയിറ്റിലേക്ക് നമ്മുടെ ശരീരത്തെ നിലനിർത്തേണ്ടതുണ്ട്. മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷണത്തിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇലക്കറികളും ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും പഴവർഗ്ഗങ്ങൾ ഒരു നേരത്തെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഗ്രീൻ സലാഡ് പോലെയുള്ള സാധനങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായി നിർബന്ധമായി നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്യുക. രാത്രിയത്തെ ഭക്ഷണങ്ങൾ പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും അടങ്ങുന്ന ഭക്ഷണ സാധനങ്ങളിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്നത് ധാരാളം വെള്ളം നമ്മൾ കുടിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ടെൻഷൻ പോലെയുള്ള പ്രശ്നമുള്ള ആളുകൾ ടെൻഷൻ പൂർണ്ണമായും ഫ്രീ ആക്കേണ്ടതുണ്ട്. മാനസിക പ്രശ്നങ്ങൾ പൂർണ്ണമായും നമ്മൾ ഫ്രീ ആക്കിയാൽ മാത്രമേ പൂർണ്ണ ചികിത്സ ഫലപ്രാപ്തിയിലേക്ക് എത്താറുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നതിന് രാവിലെയും വൈകിട്ടത്തെയും ഇളം വെയിൽ നിർബന്ധമായി കൊള്ളാനും അതോടൊപ്പം തന്നെ ഉരുക്കെണ്ണ അഥവാ തേങ്ങാപ്പാൽ ഉരുക്കിയെടുത്തുണ്ടാക്കുന്ന ഉരുക്കെണ്ണ വെർജിൻ ഓയിൽ പോലെയുള്ള ഇത് ദേഹമാസകലം പുരട്ടി വെയിൽ കൊള്ളുകയോ അതല്ലെങ്കിൽ തേങ്ങാപ്പാൽ അരച്ച് കുഴമ്പ് രൂപത്തിലേക്ക് ആക്കി ദേഹത്ത് പുരട്ടുകയോ ചെയ്യുന്നത് വളരെ അഭികാമ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇതുകൂടാതെ തന്നെ ആര്യവേപ്പില എന്ന് പറയുന്നത് സോറിയാസിസ് എക്സിമ പോലെയുള്ള രോഗങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആര്യവേപ്പിലയും ചോറും അരച്ച് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ചോറും അരച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ദേഹമാസകലം പുരട്ടുന്നത് സോറിയാസിസ് എക്സിമ എന്ന രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമാണ് എന്ന് മനസ്സിലാക്കുക. ഇത് കൂടാതെ തന്നെ ഉള്ളിൽ കുമ്പളങ്ങയും തഴുതാമയും ജ്യൂസാക്കിയിട്ട് കുടിക്കുകയോ അല്ലെങ്കിൽ കൂവളത്തിലെയും കുമ്പളങ്ങയും ജ്യൂസാക്കിയിട്ട് കുടിക്കുകയോ അല്ലെങ്കിൽ കുമ്പളങ്ങ മാത്രമായി ജ്യൂസാക്കിയിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം കുമ്പളം എന്ന് പറയുന്നത് ശരിക്ക് മൾട്ടി വൈറ്റമിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും സോറിയാസിസിനെയും എക്സിമയെയും നമുക്ക് നിയന്ത്രിച്ച് നിർത്തുവാനും അതല്ലെങ്കിൽ പൂർണ്ണമായി ചികിത്സിച്ച് സുഖപ്പെടുത്തുവാനും സാധിക്കേണ്ടതുണ്ട്. കൃത്യമായ ദിനചര്യയും ചിട്ടയും പാലിച്ചാൽ മാത്രമേ നമുക്കിത് നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. എന്നാണോ നമ്മുടെ ചിട്ട തെറ്റിപ്പോകുന്നത് അന്ന് ഈ രോഗം തിരിച്ചു വരികയും ചെയ്യുന്നു മനസ്സിലാക്കുക. 3 മാസം കൊണ്ട് നമ്മുടെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള വെയിറ്റിലേക്ക് നമ്മൾ മാറും. ചികിത്സ തുടങ്ങി 45 ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ സാധാരണ സ്കിന്നിലേക്ക് മാറുകയും 3 മാസം കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ പൂർണ്ണമായ സാധാരണ സ്കിന്ന് പൂർണ്ണമായി രോഗം സുഖപ്പെടുകയും ചെയ്യും. പക്ഷേ ഒരു വളരെ കൃത്യമായ ചിട്ടയും നിയമവും നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതല്ലെങ്കിൽ എന്നായിരുന്നാലും അത് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. സോറിയാസിസ് എക്സിമ പോലെയുള്ള രോഗികൾ നിർബന്ധമായും ഇറച്ചി, മീൻ, മുട്ട പോലെയുള്ളത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. കുറച്ച് കാലത്തേക്ക് ഒരുപക്ഷെ ഒഴിവാക്കിയാലും പിന്നീട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഉച്ചയ്ക്ക് കഴിക്കുന്നത് കൊണ്ട് ദോഷകരമല്ല എന്ന് മനസ്സിലാക്കുക. നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.